Then answer the following questions in a paragraph. Paragraphil എഴുതേണ്ട questions ആണ് ഇനി പറയുന്നത് 5 മാർക്സിന്റെയാണ്. First question, how did the upper caste use the doctrine of Shivam to exploit the Dalits? ദളിതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശിവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെയാണ് അപ്പർ കാസ്റ്റ് യൂസ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ശിവം ഈസ് വൺ ഓഫ് ദ 3 ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ aesthetic concept. It means goodness. The other 2 are Satyam, truth, and Sundaram, beauty. The caste people use fabricated story to exploit the Dalits and Adivasis. According to them, touch, shadow, and speech of Dalit person are defiling. Food, water, and people become impure from the touch of untouchable. Not only human beings, even God become polluted. Separate settlements, river bank, and cremation ground have been arranged for untouchables. Shivam, in fact, is the liberation of human being. അപ്പോൾ ഈ ശിവം അല്ലെങ്കിൽ സത്യം, ശിവം, സുന്ദരം ഈ 3 കോൺസെപ്റ്റ് ആണ് ശരിക്കും നമ്മൾ ലിറ്ററേച്ചറിൽ അപ്ലൈ ചെയ്യുക. ലിറ്ററേച്ചർ മസ്റ്റ് ബി സത്യം, ഡീലിംഗ് വിത്ത് സത്യം, ആൻഡ് ശിവം ആൻഡ് സുന്ദരം. സത്യം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രൂത്ത് ആണ്. ശിവം എന്തുകൊണ്ട് ലിബറേഷൻ, പ്യുർ എന്നൊക്കെയുള്ള കൺസെപ്റ്റാണ്. അതായത് നമ്മുടെ സോൾ ലിബറേറ്റഡ് ആവുക എന്നുള്ളതാണ്. അതായത് അതിന് ഏറ്റവും അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരുക. ദെൻ ബ്യൂട്ടി, സുന്ദരം. ഇതൊക്കെ ഉണ്ടാവണം ഒരു ലിറ്ററേച്ചറിൽ നിന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിനെ എതിർക്കുകയാണ് ദളിത്. അതായത് കാരണം അവരുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഈ 3 ഡോക്ട്രൈനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന സത്യം, ശിവം, സുന്ദരം എന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ് അവരെ കാലാകാലമായിട്ട് എന്ത് ചെയ്യുന്നത്, അബ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിലുള്ള സത്യം, ട്രൂത്ത് എന്ന് പറയുന്നത് പലപ്പോഴും ആ ട്രൂത്ത്, അതായത് ബ്രഹ്മാവിൻ്റെ ഫോർഹെഡിൽ നിന്നാണ് അപ്പർ കാസ്റ്റിനെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഫീറ്റിൽ നിന്നാണ് ലോവർ കാസ്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സത്യം എന്ന് പറയപ്പെടുന്ന വിശ്വസിക്കപ്പെടുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് ഇവരെ അബ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ഇതിലുള്ള അൺട്രൂത്ത് എന്തെന്നുള്ളതാണ് അവർ ശരിക്കും കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇത് ആരാണ് ഫാബ്രിക്കേറ്റ് ചെയ്തത് ഈ സ്റ്റോറീസ്? ഈവൻ ഗോഡ് പോലും പൊല്യൂട്ടഡ് ആവുന്നതാണ് ഇവരുടെ ടച്ച് കൊണ്ട്. അത്രയും ഇംപ്യൂർ ആണെന്നുള്ളതാണ് മറ്റുള്ള അപ്പർ കാസ്റ്റ് ഇവരെ കൊണ്ട് വാദിക്കുന്നത്. അപ്പോൾ അതിലുള്ള അൺട്രൂത്തിനെ കണ്ടെത്തലാണ് ശരിക്കും ഒരു ദളിത് ലിറ്ററേച്ചർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. മാത്രമല്ല ലിബറേഷൻ എന്നത് സാധ്യമാവുന്നത് ഒരാൾ ബ്രാഹ്മണനായി ജനിക്കുമ്പോൾ മാത്രമാണ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട് ഈ അപ്പർ കാസ്റ്റിൽ. അപ്പോൾ ഇതിനൊക്കെ എതിരെ എന്താണ് എന്നുള്ളതാണ്, അതിനെ റിവീൽ ചെയ്യലാണ്, അതിൻ്റെ യാഥാർത്ഥ്യത്തെ റിവീൽ ചെയ്യലാണ് ദളിത് ലിറ്ററേച്ചറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ എക്സ്പ്ലോയിറ്റേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇവരുടെ ടച്ച് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും പൊല്യൂട്ടഡ് ആക്കും എന്നുള്ള വിശ്വാസമാണ്. മാത്രമല്ല അവർക്ക് പ്രത്യേകമായിട്ടുള്ള റിവർ ബാങ്കും അതുപോലെ തന്നെ ക്രിമേഷൻ ഗ്രൗണ്ട്, സംസ്കരിക്കാനുള്ള ഗ്രൗണ്ടൊക്കെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം അൺട്രൂത്ത് ആണ് എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അവരുടെ ലിറ്ററേച്ചർ അവർ എയിം ചെയ്യുന്നത്. അതാണ്. അപ്പോൾ ശിവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിക്കോട്ടെ, സത്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിക്കോട്ടെ, സുന്ദരം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ശരിക്കും ദളിതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത സ്റ്റോറീസ് ആണെന്നാണ്, അല്ലെങ്കിൽ അതാണ് എന്ന ആ ഒരു സത്യത്തിലേക്ക് എത്തിച്ചേരലാണ് യാഥാർത്ഥ്യത്തിൽ ദളിത് ലിറ്ററേച്ചർ കൊണ്ട് അർത്ഥം വെക്കുന്നത്. Then second question, in the poem Sleeping Fool explain the bride's reaction. Sleeping Fool എന്ന് പറയുന്ന പോയത്തിലെ ബ്രൈഡിന്റെ റിയാക്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. The bride is displeased at the way the dreamer is trying to make her happy. He keeps her beside a stream, washes her, bathes her, and gathers daisies for her. However, she does not like these things. She refuses them all. Then he runs weeping and reciting verses, but the bride keeps her pure silence. Finally, she tells him that what she wants that which he will not grant. She wants to be herself and not just seems to be herself. She wants to be the dreamer and not just dream. അപ്പോൾ സ്ലീപ്പിംഗ് ഫൂൾ എന്ന് പറയുന്ന ആ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാൻ എന്താണ് തൻ്റെ ബ്രൈഡിനെ വേർഷിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ ഒരു സ്റ്റോൺ ബ്രൈഡ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അവളെ വാഷ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവൾക്ക് വേണ്ടി ഡേസീസ് ഒക്കെ പറിച്ചു കൊണ്ട് നമ്മൾക്ക് കൊടുക്കുന്നുണ്ട്. അതായത് വേർഷിപ്പാണ് അവിടെ പറയുന്നത്. നമ്മളൊരു ബിംബത്തെ എങ്ങനെയാണോ ആരാധിക്കുന്നത് അതുപോലെ
അതുപോലെയാണ് തൻ്റെ ബ്രൈഡിനെയും ആരാധിക്കുന്നത്. പക്ഷേ ബ്രൈഡ് അപ്പോഴൊക്കെ അവരുടെ പ്യുവർ സൈലൻസ് കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെടാത്ത പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അവസാനം ഇയാൾ ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് വേണ്ടത് എന്ന് പറയുന്ന, ഇയാൾ കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രൈഡ് തിരിച്ച് പറയുന്ന കാര്യമാണ്, എനിക്ക് നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഗ്രാൻഡ് ചെയ്യാത്തൊരു കാര്യമുണ്ട്, അതാണ് വേണ്ടത്. എനിക്ക് നിങ്ങളുടെ ഡ്രീം ആവുകയല്ല വേണ്ടത്. അതായത് ഇയാളുടെ ഡ്രീമാണ് ഈ ബ്രൈഡ് എന്ന് പറയുന്നത്, ഈ ബ്രൈഡിലേക്ക് എത്തിച്ചേരുക, അവളെ സ്വന്തമാക്കുക എന്നുള്ളതാണ് അയാളുടെ ഡ്രീം. പക്ഷെ ആ ഡ്രീം ആവുകയല്ല അവളുടെ ലൈഫിൻ്റെ, അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന കാര്യം. അവൾക്ക് വേണ്ടത് ഒരു ഡ്രീമർ ആവുക, അയാളെ പോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങളെ, അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ അറ്റൈൻ ചെയ്യാനുള്ള ഒരു ഡ്രീമർ ആവാനുള്ള അവകാശമാണ് അവൾ ചോദിക്കുന്നത്. ടു ബി ഹെർസെൽഫ്, അവൾക്ക് അവളാവണം, അവളുടെ ഇഷ്ടങ്ങളെയൊക്കെ സാധിക്കാൻ കഴിയുന്ന ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഒരു മനുഷ്യനായിട്ട് അവൾക്ക് മാറണം, ഒരു സ്റ്റോൺ ബ്രൈഡ് ആവണ്ട എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. അതുകൊണ്ട് മാത്രമേ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവളെ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാൻ കഴിയുള്ളൂ. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് അവൾ സന്തോഷം കണ്ടെത്തുന്നത്. ബാക്കി എന്ത് കൊടുത്താലും അവൾ ഹാപ്പിയല്ല എന്നുള്ള രീതിയിലാണ് ആ പോയം അവസാനിക്കുന്നത്. ദെൻ third question, write a short note on Mrs. Wright's response towards Mr. Hale when he came to meet Mr. John. മിസ്റ്റർ ജോണിനെ കാണാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ഹെയിൽ വരുന്ന സമയത്ത് മിന്നി ഫോസ്റ്റർ, അതായത് മിസ്സിസ് റൈറ്റിൻ്റെ റെസ്പോൺസ് എന്താന്നുള്ളതാണ് ചോദിക്കുന്നത്. മിസ്റ്റർ ഹെയിൽ വെൻ ടു മീറ്റ് മിസ്റ്റർ ജോൺ. Then he found Mrs. Wright sitting in a rocking chair, swinging and pleating her on apron. She appeared nervous and did not greet him. When Mr. Hale asked about Mr. John, she said Mr. Hale would not be able to meet him because he was dead. She pointed upstairs to him that the body was upstairs. Her reaction were not normal. When she understood that Mr. Hale had gone, she stood up and shifted herself to another chair. When Mr. Hale tried to speak to her, she looked scared. അപ്പം ഇതിൽ പറയുന്നുണ്ട്, മിസ്റ്റർ ഹെയില് രാവിലെ തന്നെ ആരെ കാണാൻ വേണ്ടി പോവുകയാണ്, മിസ്റ്റർ ജോണിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവർ ഒരുപാട് പുറത്ത് നിന്ന് വിളിക്കുന്ന സമയത്തൊന്നും ആരും ഉള്ളിൽ നിന്ന് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് കം ഇൻ എന്നുള്ള സൗണ്ട് കേട്ട പോലെ തോന്നിയിട്ട് അയാൾ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് മിസ്സിസ് റൈറ്റ് ഒരു റോക്കിംഗ് ചെയറിൽ ഇരുന്നിട്ട് ആടുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല അവർ തുന്നിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ആപ്രോൺ. അപ്പോൾ ഇവർ തിരിച്ച് നല്ല തണുപ്പുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത്. പക്ഷേ തനിക്ക് തിരിച്ചൊരു ഗ്രീറ്റിങ്ങും അവർക്ക് തരുന്നില്ല. അത് മാത്രമല്ല നല്ല തണുപ്പുള്ള സമയമാണ്, അവരെ സ്റ്റവിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചൂടാക്കാൻ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നല്ല സംസാരമോ ഒന്നും തന്നെ ആരും സംസാരിക്കുന്നില്ല, മിസ്സിസ് റൈറ്റ് സംസാരിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ വന്നിട്ടുള്ള മിസ്റ്റർ ഹെയിലിന് ഭയങ്കര എന്താ പറയുക എന്നുള്ളത് പോലെ അസ്വാഭാവികമായിട്ട് തോന്നുകയാണ്. അതുപോലെ തന്നെ പല സമയത്തും എവിടെയാണ് മിസ്റ്റർ റൈറ്റ്, എവിടെ എനിക്ക് കാണാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നോ എന്ന് തന്നെയാണ് ഈ ഭാര്യ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് കുറച്ച് ദേഷ്യത്തോടെ ചോദിക്കുന്ന സമയത്താണ് ബിക്കോസ് ഹി വാസ് ഡെഡ് എന്നുള്ള, അല്ലെങ്കിൽ ഹി ഡെഡ് എന്നുള്ള കാര്യം ആ ഒരു ഭാര്യ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അത് പറയുന്ന സമയത്തും അവൾ വളരെ ഒരു ക്യൂർ ആയിട്ടാണ് പെരുമാറുന്നത്. ഒരിക്കലും ഒരു നോർമലായ രീതിയിലല്ല പെരുമാറുന്നത്, ഭയങ്കര നെർവസ് ആയിട്ടാണ് പെരുമാറുന്നത്. ദെൻ ആ ബോഡി അവരൊക്കെ കണ്ടു, തിരിച്ചു വന്നു. അവർ പോലീസിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട് മിസ്റ്റർ ഹെയില്. അപ്പോൾ തന്നെ അവൾ ഒരു ചെയറിൽ നിന്ന് മറ്റൊരു ചെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ഭയങ്കര നെർവസ് ആയിട്ടും സ്കെയർഡ് ആയിട്ടൊക്കെയാണ് കാണപ്പെടുന്നത്. ഈ ഒരു കാര്യമാണ് അവിടെ ചോദിക്കുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഈസ് ദ ഓതർ അഗത ക്രിസ്റ്റി സ്റ്റീപ്ഡ് ഇൻ ദ ഷെർലക് ഹോംസ് ട്രഡീഷൻ? വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ കം അക്രോസ് ഹർ മൈൻഡ്? അഗത ക്രിസ്റ്റി ഷെർലക് ഹോംസിന്റെ ട്രഡീഷനിലേക്ക് ആപ്റ്റ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവളുടെ മൈൻഡിലേക്ക് ഒരു സ്റ്റോറി എഴുതണം എന്നല്ലെങ്കിൽ ഒരു നോവൽ എഴുതണം എന്നുള്ളത് അവൾ ആഗ്രഹിച്ചത്, പ്രത്യേകിച്ച് ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതണം എന്ന് ആഗ്രഹിച്ചപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവളുടെ മൈൻഡിൽ റൈസ് ചെയ്തതെന്നുള്ളതാണ്. അറ്റ് ദ ടൈം അഗത ക്രിസ്റ്റീസ് മൈൻഡ് വാസ് സെറ്റ് ഇൻ ദ ഷെർലക് ഹോംസ് ട്രഡീഷൻ. ഷീ തോട്ട് ഓഫ് ക്രിയേറ്റിംഗ് ഡിറ്റക്റ്റീവ്സ് ബട്ട് നോട്ട് ലൈക്ക് Sherlock Holmes. She thought she would invent her own detective. She thought about who should murder whom, a husband murdering his wife. The author stopped thinking about real people because the man she knew would never murder anybody. It must be done by somebody obvious, at the same time not obvious. The murderer must be sinister looking man with a black beard, and she considers some of her acquaintances in the neighborhood. Then she looks for model in a tram. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത്
നോവൽ എഴുതണമെന്ന് അഗത ക്രിസ്റ്റി ആഗ്രഹിക്കുമ്പോൾ തന്നെ അഗത ക്രിസ്റ്റിക്ക് പലതരത്തിലുള്ള ഐഡിയകളും വരുന്നുണ്ട്. ആദ്യം ഷെർലക് ഹോംസ് ട്രഡീഷൻ ആ സമയത്ത് പോപ്പുലർ ആണ്, ഷെർലക് ഹോം എന്ന് പറയുന്ന ആ ഒരു ഡിറ്റക്റ്റീവ്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള ഒരാളെ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡിറ്റക്റ്റീവിനെ, തൻ്റെതായ ഡിറ്റക്റ്റീവിനെ ക്രിയേറ്റ് ചെയ്യണം എന്നാണ്. പക്ഷെ നോട്ട് ലൈക്ക് ഷെർലക് ഹോമിനെ പോലെയല്ല, പക്ഷെ തനിക്ക് തൻ്റെതായ ഒരാളെ ക്രിയേറ്റ് ചെയ്യണം എന്ന് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്യണം എന്ന് അഗത ക്രിസ്റ്റി ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആരെയാണ് കൊല്ലേണ്ടത്, ആരൊക്കെയാണ് അതിലുള്ള വിറ്റ്നസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലൂടെ പോകുന്നുണ്ട്. ആ സമയത്താണ് ഒരു ഹസ്ബൻഡ് വൈഫിനെ മർഡർ ചെയ്യാം, അത് എങ്ങനെ മർഡർ നടക്കണം, അത് പോയിസൺ ആണ് എന്നുള്ള രീതിയിലൊക്കെ ഇവരുടെ മൈൻഡിൽ എന്ത് വരുന്നുണ്ട്, ഐഡിയകൾ വരുന്നുണ്ട്. പിന്നെ അവര് പലപ്പോഴും തൻ്റെ ചുറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ ആ ക്യാരക്ടേഴ്സിനെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ പരാജയപ്പെടുന്നുണ്ട്. പിന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ ട്രാമിൽ വെച്ചിട്ട് ഒരാളെ കാണുകയും ഒരാളെയും ഒരു ലേഡീനെയും കാണുമ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെടുകയും അതിൽ നിന്നാണ് അവർ തൻ്റെ ക്യാരക്ടേഴ്സിനൊക്കെ, പ്രത്യേകിച്ച് മേർഡററിനെയും അതുപോലെ തന്നെ വിക്റ്റിമിനെയും കണ്ടെത്തുന്നത്. മേർഡർ ഒരു താടിയുള്ള സിൻസ്റ്റർ ലുക്കിംഗ് ആയിട്ടുള്ള ഒരാളാവണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ഷെർലക് ഹോം ഇൻട്രൊഡ്യൂസ് ദ കേസ് ഓഫ് അംബർലി വിത്ത് ഫ്രേസ് എ ട്രഷറസ് ഫ്രണ്ട് ആൻഡ് എ ഫിക്കിൾ വൈഫ്. അപ്പോൾ ഇതിൽ ഷെർലക് ഹോംസിൻ്റെ ആ ഒരു സ്റ്റോറിയിൽ നമുക്ക് പറയാനുള്ളത്, ആംബർലി ഫസ്റ്റ് തന്നെ ഷെർലക് ഹോംസിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. തൻ്റെ അസറ്റും അല്ലെങ്കിൽ തൻ്റെ എല്ലാ സേവിങ്സും വൈഫും ഫ്രണ്ടും കൊണ്ടുപോയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ദെൻ നമുക്ക് ആൻസർ വായിക്കാം. ആംബർലി മാരീസ് എ വുമൻ 20 years younger than him. After retirement, they settle down in Lewisham. There he get acquainted with a young man, Dr. Ernest, who soon become frequented to Amberley's house. Then they play chess in the evening. A week before Amberley lodges complaints to Holmes, Mrs. Amberley and Dr. Ernest disappear. In fact, they were murdered by Amberley. The dead bodies were thrown into disused well. Amberley invents the story of treacherous friend and a fickle wife who ran away with all his earnings in an attempt to save himself. അപ്പോൾ അംബർലി ശരിക്കും ഈ ഒരു സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് ഷെർലക് ഹോംസിനെ കാണാൻ വരുമ്പോൾ പറയുന്ന കഥ, ഫാബ്രിക്കേറ്റ് ചെയ്ത് പറയുന്ന കഥയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് ഡോക്ടർ ഏണസ്റ്റ് എന്ന് പറയുന്ന യങ് ആയിട്ടുള്ള ഒരാളെ എപ്പോഴും ചെസ്സ് കളിക്കാൻ വേണ്ടി വരലുണ്ട്. ഇവർ മാരി ചെയ്തിട്ടുള്ളത് ഒരു 20 വയസ്സ് യങ്ങർ ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു സ്ത്രീയാണ്. റിട്ടയർഡ് ആണ്, അത്യാവശ്യം സേവിങ്സ് ഒക്കെ ഉള്ള ആളാണ് ആംബർലി. അപ്പോൾ ആംബർലിയുടെ ഭാര്യയും ഡോക്ടർ ഏണസ്റ്റും തമ്മിലൊരു ബന്ധം ഉണ്ടായി. അത് കാരണം അവരുടെ സേവിങ്സ്, അതായത് ആംബർലിയുടെ സേവിങ്സ് ഒക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് ഒരു കേസ്. അങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആംബർലി ശരിക്കും ഷെർലക് ഹോംസിന്റെ അടുത്ത് വരുന്നത്. പിന്നീടാണ് ഷെർലക് ഹോംസ് അത് തെളിയിക്കുന്നത്, ശരിക്കും ഇവരെ 2 പേരെയും ആംബർലി മർഡർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. പിന്നീട് അവരെ ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കിണറ്റിലേക്ക് അവരെ ഇട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ, അവരുടെ ബോഡീസ് അതിൽ ഇൻവെന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ ത്രോൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പം ഇതാണ് ഫസ്റ്റ് അവർക്ക് കിട്ടുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്നത്, ട്രഷറസ് ഫ്രണ്ട് ആൻഡ് ഫിക്കിൾ വൈഫ്. ചതിയനായ ഒരു ഫ്രണ്ടും അതുപോലെ തന്നെ മനസ്സിന് ചാഞ്ചല്യമുള്ള ഒരു ഭാര്യയും. ഇതാണ് അവിടുത്തെ ഫസ്റ്റ് കിട്ടുന്ന നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ദെൻ 6th ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് അഗത ക്രിസ്റ്റി പ്ലാൻ ഹെർ വർക്ക്? എങ്ങനെയാണ് അഗത ക്രിസ്റ്റി അവരുടെ വർക്ക് പ്ലാൻ ചെയ്തതെന്നുള്ളതാണ്. അഗത ക്രിസ്റ്റി പ്ലാൻഡ് ഹെർ വർക്ക് ഇൻ എ മെറ്റിക്കുലസ് വേ. First, she thought about a kind of detective story. Since she was surrounded by poison, she fixed writing about death by poisoning. Then she thought about characters. She created all her characters by herself through careful observation. In a tram, she saw a man with a black beard and sitting next to an elderly lady who was chattering like a magpie. A good model for a detective he saw among Belgian refugees, Hercule, changer to Hercule with the last name Poirot. Hercule Poirot was her detective. അപ്പോൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അഗത ക്രിസ്റ്റി അവരുടെ വർക്ക് പ്ലാൻ ചെയ്തത് എന്നുള്ളത്, ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതിലെ കീവേഡ്സ് മാത്രമാണ്, ഈ കോൺസെപ്റ്റ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് അത്യാവശ്യം ഇലാബറേറ്റ് ചെയ്തിട്ട് തന്നെ എഴുതണം. അപ്പോൾ ഇതിൽ വളരെ സൂക്ഷ്മമായിട്ടാണ് അഗത ക്രിസ്റ്റി ഓരോ ക്യാരക്ടറിനെയും ഡീൽ ചെയ്യുന്നത്. ആദ്യം ട്രാമിൽ വെച്ച് കാണുന്ന താടിയുള്ള മനുഷ്യനെയും അയാളുടെ കൂടെ ഇരിക്കുന്ന സ്ത്രീയെയാണ്
മേർഡറും വിക്റ്റിമും ആയിട്ട് എന്ത് ചെയ്യുന്നത് അവർ തീരുമാനിക്കുന്നത്. പിന്നെ നമ്മുടെ അഗത ക്രിസ്റ്റി എപ്പോഴും പോയിസണുമായിട്ട് ഡീൽ ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഭാര്യനെ ഭർത്താവ് പോയിസൺ കൊടുത്ത് കൊല്ലുന്നതായിട്ടാണ് അവർ കഥ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ തൻ്റെ ഡിറ്റക്റ്റീവിനെ കുറിച്ചും നല്ലൊരു കോൺസെപ്റ്റ് അവർക്കുണ്ട്. ഒരു ബെൽജിയൻ റെഫ്യൂജി ആയിരിക്കണം, അത്യാവശ്യം ഒരു പോലീസ് ഓഫീസർ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതായത് അത്യാവശ്യം ക്രൈമൊക്കെ ഡീൽ ചെയ്ത ഒരാളായിരിക്കണം, നല്ലോണം എന്താ പറയുക കാര്യങ്ങളെയൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല അവർക്കൊരു പേര് ഇടുന്നുണ്ട്, ഹെർക്യൂൾ പോറോട്ട് എന്ന് പറയുന്ന ഒരു പേരൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ആൻസർ ചെയ്യുമ്പോൾ എഴുതേണ്ടതാണ്. Then 7th question, how do you explain Paul's fixation on the idea of luck? എങ്ങനെയാണ് പോളിന് ലക്ക് എന്ന ഐഡിയ കിട്ടുന്നത്, അല്ലെങ്കിൽ അതിനോട് അവൻക്ക് വരുന്ന ഒരു എന്താണ് ഡീലിംഗ്, അല്ലെങ്കിൽ അവൻ്റെ മനോവികാരം എന്താണെന്നുള്ളതാണ്. പോൾ ലേൺസ് ഫ്രം ഹിസ് മദർ ദാറ്റ് ഈസ് luck that brings money. His father does not make money because he is not lucky. His mother Hester is always in debt. To get his mother's love, Paul should somehow get luck and bring money to the family. He knows he can get money by winning in horse races. For that, you should know the winning horse. Paul rides his rocking horse at great speed. In a moment of trance, the name of winning horse gets revealed. This is how Paul seeks his luck. അപ്പോൾ ഈ കുട്ടി ഈ സ്റ്റോറിയിൽ പല സമയത്തും ലക്കിനെ കുറിച്ച് തൻ്റെ അമ്മയോട് ചോദിക്കുന്ന സമയത്ത് അമ്മ പറയുന്നത് ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ബോൺ ലക്കി ദാൻ റിച്ച് എന്ന് പലപ്പോഴും പറയുന്നുണ്ട്. റിച്ച് ആയിട്ട് ജനിക്കുന്നതിനേക്കാൾ നല്ലത് ലക്കി ആയിട്ട് ജനിക്കുന്നത്. അപ്പോൾ നമുക്ക് മണി അതിൻ്റെ കൂടെ തന്നെ വരും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് കുട്ടിക്ക് അമ്മ കൊടുക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഇഷ്ടം പറ്റണം എന്നുണ്ടെങ്കിൽ, അമ്മക്ക് അച്ഛനെ ഇഷ്ടമല്ല എന്നുള്ളത് അറിയാം, കാരണം ബിക്കോസ് ഫാദർ ഈസ് അൺലക്കി ആയതുകൊണ്ട് അച്ഛനെ ഇഷ്ടമല്ല. അപ്പോൾ താൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി ആവണം എന്നുണ്ടെങ്കിൽ താൻ ലക്കിയായ ഒരു മകനായാൽ മാത്രമേ അമ്മ ഇഷ്ടപ്പെടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, ആ ഒരു ഹോഴ്സ് റേസിൽ ജയിക്കുന്ന കുതിരയുടെ പേര് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു റോക്കിംഗ് ഹോഴ്സിൽ വല്ലാണ്ട് സ്പീഡ് ചെയ്തിട്ട് റൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് എത്തുന്ന സമയത്ത് ആ കുട്ടിക്ക് വരുന്ന റേസിൽ ജയിക്കാൻ സാധ്യതയുള്ള ആ ഒരു കുതിരയുടെ പേര് കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ കുട്ടി ആ ഒരു ലക്ക് എന്ത് ചെയ്യുന്നത്, സീക്ക് ചെയ്യുന്നത്. ഓക്കെ.